ചെമ്പരത്തി എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഗാനമായിരിക്കും. ചെമ്പരത്തിപ്പൂവേ ചൊല്ല്, ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ചെമ്പരത്തിയെ കാണുമ്പം ഈ പാട്ടിനെ കഴിഞ്ഞ് നമ്മൾ ഓർക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ചെമ്പരത്തി എന്ന് പറയുമ്പം ഭ്രാന്തിൻ്റെ അടയാളം, വട്ട്, അവർക്ക് ചെവിയിൽ വെച്ച് കൊടുക്കുന്ന എന്നൊക്കെ. പക്ഷെ അത് നമ്മളവരെ അങ്ങനെ കളിയാക്കാൻ പാടില്ല. അത് മാനസിക വിഭ്രാന്തി, അതൊരു രോഗമാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ചെമ്പരത്തിയെക്കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. കുട്ടിക്കാലത്ത് ഈ ചെമ്പരത്തി എവിടെ കണ്ടാലും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. ഈ ചെമ്പരത്തിയുടെ തന്നെ ഒരു കമ്പ് ഒടിച്ചെടുത്ത് വെച്ച് അതിനിട്ടൊരു 5-6 തല്ല് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇലയും പൂവൊക്കെ തല്ലി പൊളിച്ച് കളയുക. അപ്പോൾ ഒരു മനസ്സുഖം. മിക്കവാറും എല്ലാ വീടിൻ്റെയും മുറ്റത്തിൻ്റെ മുകളിൽ ഒരു ചെമ്പരത്തി ചെടിയെങ്കിലും കാണും. പ്രത്യേകിച്ച് ഈ 5 ഇതളുള്ള ചെടിയാണ്. കാരണം അത് നമ്മൾ പല മരുന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുമല്ലോ. ഈ ചെമ്പരത്തി നടുന്നതിൻ്റെ പ്രധാന കാരണം എന്നാന്ന് വെച്ചെന്നാൽ, കാരണവന്മാർക്ക് ഈ പിള്ളേർ പോക്കത്തരം ചെയ്യുമ്പം അവർക്കിട്ട് തല്ല് വെച്ച് കൊടുക്കണമല്ലോ. ഇപ്പോഴല്ലേ തല്ലൊക്കെ കുറവ്. അപ്പം ഓടിച്ചെന്ന് ഒരു കമ്പ് ഒടിച്ചെടുക്കാൻ പറ്റിയ എളുപ്പമുള്ളൊരു ചെടിയാണല്ലോ ചെമ്പരത്തി. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. ചെറുപ്പത്തിൽ നമ്മൾ ഈ സ്കൂളിലും പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് നമ്മൾ ബസ്സിനായിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് നമ്മൾ ബസ്സിൽ കയറുമ്പം ഞാനൊരു കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ഫ്രണ്ടിലാണല്ലോ നമ്മൾ സ്ത്രീകളുടെയൊക്കെ സ്ഥാനം. പെൺകുട്ടികളൊക്കെ നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കുമല്ലോ നിൽക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ 3 മതത്തിൽപ്പെട്ട ദൈവങ്ങളുടെ ഇങ്ങനെ പടങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മാല മിക്കപ്പോഴും ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഈ മൊട്ട് ചെമ്പരത്തിയാണ്. മൊട്ട് ചെമ്പരത്തിയും തുളസി ഇലയും കൂടെ കൂട്ടി കലർത്തിയിട്ടുള്ളൊരു മാല. ഞാനിങ്ങനെ ചിന്തിക്കും, എന്താ ഈ ചെമ്പരത്തി മാത്രം ഈ വേലിപ്പടപ്പിലൊക്കെ കാണുന്ന ഈ ചെമ്പരത്തി കൊണ്ട് മാല ചാർത്തുന്നത്? വേറെ എന്തെല്ലാം പൂക്കളുണ്ട് അല്ലേ? അതൊന്നും അങ്ങനെ കാണാറില്ല. മിക്കപ്പോഴും ഇത് തന്നെയായിരിക്കും കാണുന്നത്. അത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ ചെമ്പരത്തീനെ നമ്മളെപ്പോഴും ഇങ്ങനെ തല്ലിക്കൊഴിച്ചും വേലിയിൽ കുത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവഗണിച്ച് നിർത്തുന്നത് കൊണ്ട് ഒരു പക്ഷേ ഭഗവാന്റെ മുമ്പിൽ എപ്പോഴും 1-ാം സ്ഥാനം തനിക്കാണ് എന്ന് ചെമ്പരത്തി തന്നെ നമ്മളോട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പം അവിടെയും കാണാം ടീച്ചറുടെ മേശയിൽ ഒരു ചെമ്പരത്തി വടി. ചെമ്പരത്തി വടി മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ചെമ്പരത്തി പൂവും ഉണ്ടാവും. ഈ പൂവ് എന്തിനാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബോർഡ് തുടയ്ക്കാൻ വേണ്ടിയാണ്. അത് വെച്ച് തുടച്ച് കഴിയുമ്പോൾ നല്ല കറുപ്പ് നിറം വരും. അതുപോലെ തന്നെ കുഞ്ഞ് ചെറിയ ഗ്ലാസ്സിൽ സ്ലേറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അത് തുടയ്ക്കാനും ഇത് ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഞരടി അങ്ങോട്ട് തുടയ്ക്കുമായിരുന്നു. തുടയ്ക്കലെല്ലാം കഴിഞ്ഞ് വെച്ച് നമ്മുടെ കയ്യിലോട്ടൊന്ന് നോക്കണേ. അവിടെ രാസമാറ്റം കാണണമെങ്കിൽ ഈ ചുവന്ന് കൊടുത്ത ചെമ്പരത്തിപ്പൂ ഇങ്ങനെ കരിനീല കളറായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സമയമെടുക്കും. പക്ഷെ അതൊക്കെ ഒരു നല്ല മധുരിക്കുന്ന ഓർമ്മകളാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരിടത്തും കൂടെ ചെമ്പരത്തിയെ കാണും. വേറെ എവിടെയല്ല, നമ്മുടെ ബയോളജി ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ടൊരു പൂവിൻ്റെ ഛേദം വരച്ച് അടയാളപ്പെടുത്തുന്നത് ചെമ്പരത്തിയാണ് അല്ലേ? പാവം ചെമ്പരത്തി. അവിടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയാണ്. ഇതൊക്കെയാണെങ്കിലും ആയുർവേദത്തിൽ ചെമ്പരത്തിക്ക് 1-ാം സ്ഥാനം തന്നെയാണേ. പ്രത്യേകിച്ച് നമ്മുടെ തലമുടിക്ക് ഷാമ്പു അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചെമ്പരത്തിയാണല്ലോ. പണ്ടൊക്കെ നമ്മൾ ഷാമ്പു അല്ലല്ലോ, ചെമ്പരത്തി താളിയല്ലേ തേക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി പൂവിട്ട് കാച്ചിയ എണ്ണ തേക്കും. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ തേച്ചുകൊണ്ടിരുന്നത് ചെമ്പരത്തിപ്പൂ ഇട്ട് കാച്ചിയ എണ്ണയാണേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് നിങ്ങൾക്ക് തോന്നിക്കാണും, അപ്പോൾ ഇതാണല്ലേ നിൻ്റെ മുടിയുടെ രഹസ്യമെന്ന്. ചിലപ്പോൾ ഈ എണ്ണയാകാം, അല്ലെങ്കിൽ പാരമ്പര്യമായിരിക്കാം. കാരണം എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ഒത്തിരി മുടിയുണ്ടായിരുന്നു. ഈ എണ്ണ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ സ്ഥിരമായിട്ട് ഈ എണ്ണയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ 5 ഇതളുള്ള നമ്മളെ നാടൻ ചെമ്പരത്തിയില്ലേ, ആ ചെമ്പരത്തിപ്പൂവ് വെളിച്ചെണ്ണയിൽ ഇട്ട് കാച്ചിയെടുക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഈ വയനാട്ടിലെ ഒരു കാലാവസ്ഥയിൽ ഈ എണ്ണ എപ്പോഴും ഉറച്ചിരിക്കും. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈർക്കിളി എടുത്ത് ഈ കുപ്പിക്കകത്തോട്ട് കുത്തി എണ്ണ ഇങ്ങനെ തോണ്ടിയെടുക്കും. എന്നിട്ട് അമ്മച്ചി കാണാതെ എടുത്ത് തലയിൽ തേക്കും. കാണാതെ എടുക്കുന്ന വെച്ചാൽ എപ്പോഴും അതിൻ്റെ അകത്ത് ഇങ്ങനെ എണ്ണ എടുക്കുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ കയ്യിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചൊഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക് പിള്ളേർക്ക്.
ഇപ്പോൾ തിരിച്ചൊഴിച്ച് കഴിയുമ്പം എണ്ണ കനച്ച് പോകും. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്ന പണിയാണ് ഈ ഉറച്ചിരിക്കുന്ന എണ്ണ എന്തായാലും ഉരുക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈർക്കിലിട്ട് ഞങ്ങൾ കുത്തിയെടുക്കുമായിരുന്നു. കുഞ്ഞായിരുന്നപ്പം അമ്മച്ചിയായിരുന്നു തലയിൽ എണ്ണയൊക്കെ തേച്ച് തന്നുകൊണ്ടിരുന്നത്. അത് വിറ്റാണേ. അത് അമ്മച്ചിയുടെ ഈ കൈക്കുടനയിലോട്ട് എണ്ണ അങ്ങ് ഒഴിച്ചിട്ട് നമ്മുടെ തലയിലോട്ട് അങ്ങ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് തട്ടും മുട്ടും അടിയും. ഈ ചെന്നീൻ്റെ അവിടുന്ന് ഈ വശത്തുനിന്ന് ഒരടി ഇങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ടൊരടി. അത് അവരുടെ രീതിയിലൊരു മസാജ് ആയിരിക്കും വേണമെങ്കിൽ ആണ്. നമ്മൾ ഇങ്ങനെ കിറുങ്ങി അടിച്ച് ഇങ്ങനെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുളിക്കാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ കുളിക്കുന്നതൊക്കെ ഒരു കുളത്തിലായിരുന്നു, ഞങ്ങളുടെ തറവാടിൻ്റെ അടുത്തൊരു കുളത്തിലായിരുന്നു. അപ്പം അവിടെ വരെ എത്തുമ്പോഴത്തേന് ഈ എണ്ണ ഇങ്ങനെ ഒഴുകി മൂക്കേക്കൂടെയും ചെന്നിയുടെ രണ്ട് വശത്തൂടെ ഒഴുകി ഇങ്ങനെ വരും. എന്നിട്ട് ഈ വേലിപ്പറപ്പിൽ നിൽക്കുന്ന ചെമ്പരത്തി അതൊക്കെ വലിച്ച് പറിച്ചെടുത്ത് ഈ അലക്കുകല്ലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഉരയ്ക്കലുണ്ട്. ഈ ഉരച്ച് കഴിയുമ്പോഴത്തേനും നല്ല പതഞ്ഞ് നല്ല ഷാമ്പു, നമ്മുടെ താളി, അതിങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ തേച്ച് തലയിലൊക്കെ തേച്ചാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾ കുളിച്ചുകൊണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും നല്ല മുടിയൊക്കെ ഉണ്ടായത്. തലയ്ക്കും തലമുടിക്കും ഏറ്റവും നല്ല ഒരു താളിയാണ് ചെമ്പരത്തി താളി. നല്ല തണുപ്പ് വരും കേട്ടോ അതിട്ട് നമ്മൾ തലയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പം. ചെമ്പരത്തിയുടെ ഇല ഉണക്കി പൊടിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ടിങ്ങനെ താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ പൂവിൻ്റെ ഇതൾ ചൂടുവെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കുടിക്കുമ്പോൾ അത് നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്തികതയൊക്കെ കാത്ത് സൂക്ഷിക്കും. അതുപോലെ തന്നെ BP കുറയ്ക്കാനൊക്കെ ഉപകരിക്കും. പിന്നെ ചിലർക്ക് BP കൂട്ടും കേട്ടോ. അത് ഈ പ്രണയിക്കുന്നവർക്കാണ്. എന്ന് വെച്ചെന്നാൽ അവർ പറയുമല്ലോ, ചങ്കെടുത്ത് കാട്ടിയിട്ടും ചെമ്പരത്തിപ്പൂവാന്ന് നീ പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ ആ ദുഃഖം കൊണ്ട് BP കൂട്ടുന്ന കാര്യമാട്ടോ അവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചെമ്പരത്തി ആകെ മൊത്തം ടോട്ടൽ ഉപകാരപ്രദമായ ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാവർക്കും ചെമ്പരത്തി വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.